പ്രൈസ് ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം കഴിയുന്നതുവരെ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കടക്കാം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ അതായത് വലിയ കഷ്ടം വരാൻ പോകുന്നപ്പോൾ അവിടെ മൗനത ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടത്തെക്കുറിച്ച് അവർക്കും വിഷമമുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള മനപ്രയാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ കാര്യപ്പെടുന്നത്. അപ്പോഴാണ് 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും ഊതുവാൻ ഒരുങ്ങി നിന്നെന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായതായിട്ടും പറയുന്നുണ്ട്. എന്നിട്ട് 1-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്തുണ്ടായത്? 7-ാം വാക്യം. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിലും 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ അതായത് വെജിറ്റേറിയൻ ഫുഡിന് 1/3 അവിടെ ഡാമേജ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. പുല്ല് വെന്ത് പോയെങ്കിലും അതൊക്കെ തിരിച്ചു വരുമോ നമുക്കറിയാം. പിന്നെ 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പാടലുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. അതിൻ്റെ അർത്ഥം 1/3 കടലിലുള്ള മത്സ്യങ്ങളും കപ്പലുകളും എല്ലാം നശിച്ചു പോയി. അപ്പോൾ അവിടെയും ഫുഡിനെ ബാധിച്ചു. പിന്നെ വരുന്നത് 3-ാമത്തെ ദൂതൻ ഊതുക ചെയ്ത്. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവിൽ 1/3 ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിൽ കാഞ്ഞിരം എന്നിവർ വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കരപ്രദേശത്തുള്ള നദികൾ വരുന്നത് ആ തെരൽ 1/3 അതിനെ ബാധിച്ചു. അതിലൊന്നുള്ള മീനോ എന്തൊക്കെ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ 1/3 ചത്തുപോയി. അതുപോലെ തന്നെ അതിലുള്ള വെള്ളം ചീത്തയായതുകൊണ്ട് മനുഷ്യർ കുടിച്ചു, അവിടെ പലരും മരിച്ചുപോയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 4-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങൾ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതായി. വെളിച്ചം കുറഞ്ഞു, 1/3 കുറഞ്ഞു പോയി. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? അനന്തരം ഒരു ദൂതൻ ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശത്ത് പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പം ഈ 4 ദൂതന്മാരെ കുറിച്ചുള്ള ദോഷമൊന്നും ദൈവത്തിൻ്റെ മക്കളെ ബാധിക്കില്ല എന്നുള്ളത് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഇല്ലയോ? 7-ാം അധ്യായം 2-ാം വാക്യം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം വെച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ 4 ദൂതന്മാർ മുദ്രയിട്ട് കഴിഞ്ഞാൽ ആ മുദ്രയിട്ട ആൾക്കാർക്ക് ഈ ദോഷം ബാധിക്കില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ മുദ്ര ഉള്ളത് മുദ്ര. അപ്പോൾ 4 പേർക്കും പിന്നെ ആർക്കാ? ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. 9-ാം അധ്യായത്തിലേക്ക് 5-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിൽ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. 5-ാമത്തെ ദൂതൻ ഊതി. ഇപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു. ആ വീണ് കിടന്ന നക്ഷത്രം എന്ന് പറയുന്നത് അത് ഒരു ദൂതനാണെന്ന് പറയുന്നവരുണ്ട്. അതൊരു നല്ല ദൂതനായിരുന്നു എന്നൊക്കെ പറയുന്നത്. നല്ലതായാലും ചീത്തയായാലും നമുക്കൊന്നുമില്ല. എന്തായാലും ആകാശത്ത് തട്ടിയിട്ട് നല്ല ദൂതനാവാൻ സാധ്യതയില്ല. അത് നമുക്ക് കോമൺ സെൻസ് അല്ലേ ഉള്ളൂ. പിന്നെ ആ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആ ജീവി തേളിൻ്റെ പോലെ ദ്രോഹം ചെയ്യുന്നതായിട്ടുള്ള കുത്തുന്നതായിട്ടുള്ള ജീവിയാണെന്നാണ് പറയണത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിൽ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തുന്നത് അതിന് കൽപ്പന ഉണ്ടായി.
മുദ്രയിട്ട ആൾക്കാരാരാ? 144 പേരുണ്ട്. പിന്നെ ഭൂമിയിൽ ദൈവമക്കൾക്ക് അത് മുദ്രയുള്ള ആൾക്കാർക്ക് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 4 ബാധയും ബാധിക്കില്ല, ഇത് 5ാമത്തെ ബാധയാണ്. ഇതും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ ബാധിക്കും. പിന്നെ അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്ര അതിനാണ് ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ഇതിലൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരെ വന്നു കൊത്തും എന്ന് ചിലർ പറയുന്നുണ്ട്. ഇതിലങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ മുദ്ര ഇല്ലാത്തവരെ കുത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരെ തെരഞ്ഞു പിടിച്ചു വന്ന് കുത്തും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ത്യക്രിസ്തുവിൻ്റെ മുദ്ര അപ്പോഴും അതിൻ്റെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴും അന്ത്യക്രിസ്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരെ മാത്രം വന്ന് കുത്തുന്നതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ കുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നർത്ഥം. നമ്മുടെ പ്രൊട്ടക്ഷനാണ് അവിടെ പറയുന്നത്. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. തേൾ കുത്തുന്ന കാലത്ത് വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാണ്. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടുകൂടിപ്പോകും. അത് ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണം ഒരു ധൈര്യം. എല്ലാവർക്കും അത് സാധിക്കില്ല. മരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ധൈര്യം ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയും. എന്തിനാണെന്ന് വെച്ചാൽ അത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അനുസരണയില്ലായ്മയുടെ ഫലം അവരനുഭവിക്കണം. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. രക്ഷിക്കപ്പെടാൻ പറയുമ്പോഴും സ്നാനപ്പെടാൻ പറയുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അവർ പറഞ്ഞത് കേട്ടാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. അത് അനുഭവിച്ചേ പഠിക്കുള്ളൂ. അവർ വാശി പിടിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞാൽ ശരി, നിങ്ങൾ പറഞ്ഞ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് സത്യം അന്വേഷിക്കാനോ സത്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനോ അത് അംഗീകരിക്കാനോ മനസ്സില്ലാത്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ ശിക്ഷ നിശ്ചയമായിട്ടും ഉണ്ടാവും. അതാണ് അത് കാണിക്കുന്നത്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അത് അവരനുഭവിച്ച് തന്നെ അത് പോവുള്ളൂ. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിൻ്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. ഇതിൻ്റെ ആ രൂപം പറഞ്ഞിരിക്കുന്നത്. ശരീരം എന്താ? കുതിരയുടെ ശരീരം. യുദ്ധത്തിന് ഇങ്ങനെ ചമയിച്ച കുതിരയുടെ പോലെയുള്ള ശരീരം. അത് കഴിഞ്ഞ് മുഖം മനുഷ്യൻ്റെ മുഖം, പല്ല് സിംഹത്തിൻ്റെ, തലമുടി പെണ്ണുങ്ങളുടെ പോലെ, തലയിലൊരു കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ തേളിൻ്റെ വാലുണ്ട്, ഇരുമ്പ് പോലെ ഉള്ള കവചം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീവി എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കൂട്ടത്തോടെ വന്ന് ആൾക്കാരെ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത ആൾക്കാർ ജാതികളെ വന്ന് കുത്തി മുറിവേൽപ്പിക്കും. ആ സമയത്ത് മരിക്കാൻ പോലും സാധിക്കില്ല. തേളിനുള്ളത് പോലെ വാലും വിഷമുള്ളതുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. വാലിലായിരുന്നൊരു ശക്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പല്ലുണ്ടല്ലോ, ആ പല്ല് വെറുതെ വെപ്പിച്ചു കൊടുത്തതല്ല, ആ പല്ല് കൊണ്ടാണ് കടിക്കുന്നത്. കടിച്ചിട്ടാണ് ഈ വാല് കൊണ്ട് കുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഗാധ ഗർത്തത്തിൻ്റെ ദൂതൻ അതിന് രാജാവായിരുന്നു. അഗാധ ഗർത്തത്തിൻ്റെ ദൂതനാരാ? അത് പിശാചൊരു ദൂതൻ തന്നെയാണ്. അവന് എബ്രായ ഭാഷയിൽ അബദ്ധവനെന്നും യവന ഭാഷയിൽ അപ്പല്ലോവനും എന്ന പേരാ പറയുന്നത്. കഷ്ടമൊന്നു കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. വലിയ കഷ്ടത്തിൽ ഒന്നായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത കഷ്ടം വേറെ വരുന്നത്. ഈ 2 കഷ്ടം വേറെ വരുന്നത്. 6ാമത്തെ ദൂതനും 7ാമത്തെ ദൂതനും വരുമ്പോൾ 2 കഷ്ടങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. 6ാമത്തെ ദൂതൻ എപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ആഹളനാദമുള്ള 6ാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ നിശ്ചയിക്കപ്പെട്ട ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. യൂഫ്രട്ടീസ് നദി എന്ന് പറഞ്ഞാൽ ഇറാഖിലാണ്. ഇറാഖിലെ ആ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തു നിന്ന് 4 സംഹാര ദൂതന്മാരാണത്. അവരെ അഴിച്ചു വിടാനായിട്ട് ദൈവം കൽപ്പന കൊടുത്ത് അവർ അഴിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുതിരപ്പട അവിടെ ഉണ്ടായെന്ന് പറയുന്നത്. ആ കുതിരപ്പട 200 മില്യനാണ്. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്തെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു.
വായിൽ നിന്ന് തീയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇവയാൽ അത്ര കേടുവരുത്തുന്നത്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു കുതിര എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് ആളിരിക്കുന്നു പറയും. ഈ പാറ്റൻ ടാങ്കിൻ്റെ ഒക്കെ കളർ ഇതൊക്കെ തന്നെയാണ്. പട്ടാൾക്കാരുടെ ഡ്രസ്സിൻ്റെ കളറാ എന്താ ഇത് തന്നെ, ഗന്ധകത്തൊക്കെ മിക്സ് ചെയ്തായിട്ട് ഇങ്ങനെ രക്തനീലം കളറൊക്കെയാണ്. ഈ കളറുള്ള ഈ വാഹനവും ഇതുപോലെ തന്നെയുണ്ട്. അതിന് ഇതിൽ ഫ്രണ്ടിൽ ഈ ഷെല്ലുകൾ പിടിപ്പിക്കുക. ഷെല്ല് ഈ പാറ്റൻ ടാങ്കിൽ നിന്ന് വരും. അതേസമയം ഇതിൻ്റെ മെയിൻ പീരങ്കി ഷെല്ല് അത് ആകാശത്ത് പോകുന്നതായിട്ടുള്ള വിമാനത്തിനെ വെടിവെച്ച് താഴ്ത്തിടാനും, അതുപോലെ തന്നെ ഭൂമിയിൽ തന്നെ വേറൊരു ഷാർജറ്റിനെ അവിടെ തകർക്കാനും ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ മുകളിൽ കാണുന്നതായിട്ടുള്ള ആ പീരങ്കി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അത് 4 ഡയറക്ഷനിലേക്ക് ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതേസമയം ഫ്രണ്ടിൽ നിന്ന് ഷെല്ലുകൾ അയക്കും. ഷെല്ല് എന്ന് പറയുന്നത് അതൊരു പ്രൊജക്റ്റൈലാണ്. പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ റോക്കറ്റാണ് ആ സാധനം. റോക്കറ്റ് ഉണ്ടാക്കണ എങ്ങനെയാണ്? അതിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഗന്ധകമാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു യുദ്ധോപകരണമായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ഭൂമിയിൽ ഇപ്പോഴും പലതും ഉണ്ട്. ഈ ഷെല്ല് വർഷിക്കുന്നതും അതുപോലെ തന്നെ പീരങ്കി കൊണ്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഷെല്ലുകൾ ഇതുണ്ട്. പക്ഷേ ഇതിൻ്റെ എക്സാക്ട്ലി കളറ് ഉള്ളത് ഇൻ്റർനെറ്റിലൊന്നും തപ്പിയിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഏതാണ്ട് ഈ ഷേപ്പ്, ഈ ഫ്രണ്ടിൽ ആ പീരങ്കിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗം ഒത്തിരി വലുതായിട്ടിരിക്കുന്നത് അതൊക്കെ ഉണ്ട്. അതുണ്ട്. ഏകദേശം ഇതുമാതിരി ഗന്ധകത്തിൻ്റെ പച്ച കളറായിട്ടാണ് കാണുന്നത്. ഇതിൽ പറയണത് ബ്ലൂ കളറായിട്ടാണ് പറയുന്നത്. രക്തം കലർന്ന നീലം ആയിട്ടാണ് പറയുന്നത്. അത് കണ്ടില്ല. അതിപ്പോൾ ഉണ്ടാകുമായിരിക്കും, എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര പേരെ ഭരിക്കുന്ന മനുഷ്യരിൽ 3 കൊല്ലുവാൻ നിശ്ചയിക്കപ്പെട്ട ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ദൂതന്മാരായിട്ട്. അതായത് ഭൂമിയിൽ ആ യുദ്ധത്തിൽ 1/3 ആൾക്കാർ മരിച്ചു പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു യുദ്ധമാണ്. ഇത്രയും നമ്മൾ വായിച്ചാൽ ഇങ്ങനെ ഒരു യുദ്ധം ഇതിലുണ്ടായിട്ടില്ല. ഏറ്റവും വലിയൊരു യുദ്ധം വരണത്. സത്യത്തിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് അന്ത്യക്രിസ്തു വെളിപ്പെടുന്നത്. ആ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പം കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ അവിടെ കാണുന്നത്? ഇപ്പോൾ 5 കഴിഞ്ഞ് 6ാമത്തെ കാഹളമല്ലേ ഇപ്പോൾ ഊതിയിരിക്കുന്നത്, കണ്ടോ? 6ാമത്തെ കാഹളം ഊതി കഴിഞ്ഞതിന് ശേഷമാണ് അന്ത്യക്രിസ്തു വെളിപ്പെടുന്നത്. അത് 11-ാം അധ്യായത്തിലാണ് വെളിപ്പെടുന്നത്. 11-3 വാക്യം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ 8 എടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 1260 ദിവസം എന്ന് പറഞ്ഞാൽ 3.5 വർഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് 7-ാം വാക്യം, അവർ തങ്ങളുടെ സാക്ഷ്യം വെച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി ജയിച്ച് അവരെ കൊന്നുകളയും. 7-ാം വാക്യം പറഞ്ഞത്. അപ്പോൾ അത് 6-ാം കാഹളം കഴിഞ്ഞു. അപ്പോഴും 7-ാം കാഹളം അപ്പോഴും ഊതിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ 6-ാമത്തെ കാഹളം ഊതുമ്പോൾ ഇത്ര വലിയ യുദ്ധം വരുന്ന സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യക്രിസ്തു അവിടെ വെളിപ്പെടും എന്നാണ് ഈ മനസ്സിലാക്കുക. കാരണം ഈ 2 പ്രവാചകന്മാർ 11-ാം അധ്യായത്തിൽ അവിടെ അവർ പ്രവചിക്കുന്നതായിട്ട് കണ്ട് അവരെ കൊന്നുകളയുന്ന അന്ത്യക്രിസ്തുവാണ്. ആ സമയത്ത് ഈ യുദ്ധത്തോടനുബന്ധമായിട്ടാണ് ഇപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു യുദ്ധത്തോടനുബന്ധിച്ചിട്ടാണ് ഈ അന്ത്യക്രിസ്തു വെളിപ്പെടുന്നതെന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് നദി എന്ന് പറഞ്ഞാൽ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം തന്നെയാണ്. ഇപ്പോഴേ ഇസ്രായേലിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നത്. ദൈവമക്കളെ ഇല്ലാണ്ടാക്കണം എന്നാണ് മറ്റുള്ളവരുടെയൊക്കെ ആഗ്രഹം. അത് പലരും പല രീതിയിൽ പേപ്പട്ടിയൊക്കെ അടിച്ചു കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ 6ാമത്തെ കാഹളം ഊതുമ്പോൾ യുദ്ധമുണ്ടാവുകയും വലിയ ആൾനാശം സംഭവിക്കുക. അത് ന്യൂക്ലിയർ യുദ്ധമാവാനാണ് മിക്കവാറും സാധ്യത. ലോക ജനസംഖ്യ 2/3 കുറഞ്ഞൊരു കാലം ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് അന്ത്യക്രിസ്തു വരേണ്ടത്, സമാധാനം ഉണ്ടാക്കാനായിട്ട്. സമാധാനത്തിൻ്റെ ദൂതനായിട്ടാണ് അന്ത്യക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ അത് 11-ാം അധ്യായത്തിലാണ് അത് ക്ലിയറായിട്ട് പറഞ്ഞു. ഈ 2 സാക്ഷികളെ അന്ത്യക്രിസ്തു കൊന്നുകളയെന്ന് പറയുന്നുണ്ട്. കൊന്നുകളയുന്നത് 3.5 കൊല്ലം കഴിയുമ്പോൾ. ആ 3.5 കൊല്ലം അന്ത്യക്രിസ്തു അവിടെ ഇല്ലാണ്ട് അന്ത്യക്രിസ്തുവിന് സാധിക്കില്ലല്ലോ. ആ 3.5 കൊല്ല കാലത്ത് അന്ത്യക്രിസ്തു അവിടെ ഉണ്ട്. അതിനു മുമ്പ് നടക്കുന്ന യുദ്ധം, വലിയ യുദ്ധം ഇതാണ്. അവിടുത്തെ ഇപ്പോഴത്തെ റബ്ബിമാരോടൊക്കെ ഇൻ്റർനെറ്റ് തപ്പി നോക്കി അറിയാം. അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദേവാലയം പണിയാൻ അനുവാദം തരുന്ന ആളാണ് യഥാർത്ഥ മശിഹ. അവർ മശിഹ വന്നിട്ട് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ആ മശിഹ അനുവാദം തരും എന്ന് പറയുന്നത്. അവർ ദേവാലയം പണിയാനുള്ള സകലവിധ കാര്യങ്ങളും അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.
അത് അനുവാദം കൊടുക്കുമ്പോൾ അവർ അത് മഷിയാണെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടി ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാതാളത്തോട് സഖ്യത ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതിലാണ് പാതാളത്തോട് സഖ്യത പറയുന്നത് യെശയ്യാ പ്രവചനത്തിലാണ്. അന്ത്യക്രിസ്തുവിടെ വെളിപ്പെട്ടതിന് ശേഷം ഇസ്രായേലായിട്ട് ഉടമ്പടി ചെയ്യുകയും അത് കഴിഞ്ഞ് ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ച്, ഇതല്ലേ ഇതിൻ്റെ മധ്യഭാഗം, ഈ 70ാമത്തെ ആഴ്ചവട്ടൻ്റെ മധ്യഭാഗത്തിൽ വെച്ചിട്ടാണ് ഈ കവനൻ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും അന്ത്യക്രിസ്തു ഈ 2 സാക്ഷികളുടെയും ഇവരെയൊക്കെ കൊന്നുകളയും അന്ത്യക്രിസ്തു. അതിനെ കവനൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാവുന്നത് ഇവൻ യഥാർത്ഥത്തിൽ ക്രിസ്തു അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വലിയ ദുരിതങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷമാണ്. 9-ാം അധ്യായം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കണ, ക്രിസ്തു ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് 9-ാം അധ്യായം കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് അത് ചില ദർശനങ്ങളാണ്. യോഹന്നാനോട് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ 9-ാമതിൻ്റെ കണ്ടിന്യൂവേഷൻ 11-ാമേ പറയാൻ പറ്റുള്ളൂ. ആ സമയത്താണ് അന്ത്യക്രിസ്തു വെളിപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇനി 10-ാം അധ്യായത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. 10-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ബലവാന മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമെടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിലും വെച്ചു. സിംഹം അലർന്നതുപോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കി. അപ്പോൾ ഈ കയ്യിലൊരു പുസ്തകം ഉണ്ട്, അതിലെന്തോ എഴുതിയിട്ടുണ്ട്. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കിട്ടും. അപ്പോൾ 7 ഇടി മുഴക്കിയപ്പോൾ അതിലെന്തോ കാര്യം അതിലുമുണ്ട്, ഈ പുസ്തകത്തിലുമുണ്ട്, ആ ഇടി മുഴക്കിയതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? അത് ഇപ്പം എഴുതാൻ വരട്ടെ എന്ന് യോഹന്നാനോട് പറയുന്നതായിട്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, സമുദ്രത്തിലും ഭൂമിമേലും നിൽക്കുന്നതിനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അയച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ ചൊല്ലി സത്യം. എന്താ അതിൻ്റെ അർത്ഥം? ഇനി കാലം ഉണ്ടാകുകയില്ല എന്നാണോ കറക്റ്റായിട്ടുള്ളത്? അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയെടുപ്പില്ലേ? കാലമുണ്ട്. അത് എഴുതിയതിലുള്ളൊരു പെശകാണ്. അത് ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില ബൈബിളുകൾ കറക്റ്റായിട്ട് കാലതാമസം ഉണ്ടാകുകയില്ല എന്നാണ് ശരിക്കും എഴുതേണ്ടത്. അത് ആ ഒരു വ്യത്യാസമുണ്ട്, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, 7-ാമത്തെ ദൂതൻ കാഹളം ഊതാൻ ഇരിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ്റെ ദാസന്മാരായ പ്രവാചകൻ കഴിച്ചതുപോലെ നിവൃത്തിയാകും. യോഹന്നാൻ ദൈവത്തിൻ്റെ ദാസനല്ലേ? ഈ ദൈവത്തിൻ്റെ ദാസൻ ആയിട്ടുള്ള യോഹന്നാനോട് പറഞ്ഞ കാര്യങ്ങൾ, ഈ മുദ്രകളിൽ പൊട്ടിച്ചതിൻ്റെ കാര്യവും ഈ കാഹളങ്ങൾ ഊതിയപ്പോഴുണ്ടായ കാര്യങ്ങൾ എല്ലാത്തിൻ്റെ നിവൃത്തി വരുന്നത്, അത് കംപ്ലീഷൻ നടക്കുന്നത് 7-ാമത്തെ ദൂതൻ ഊതുന്ന നാദത്തിൻ്റെ സമയത്താണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞില്ലേ. ഇപ്പോൾ 4-ാമത്തെ മുദ്ര പൊട്ടിച്ചാൽ 1/4 ജനങ്ങൾ മരിച്ചു തുടങ്ങിയിട്ടുള്ളൂ. 4-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ഫിനിഷ് ആവുന്നത് 7-ാമത്തെ കാഹള ഊതുന്ന സമയത്ത് ഫിനിഷ് ആവുന്ന അർത്ഥം. പിന്നെ ഇത് 2/3. ആ 1/4 ഈ 2/3 കൂട്ടിക്കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫാണ്. ഭൂമിയിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണ്? 7.8 എന്നാണ് ഞാൻ നാളെ നോക്കി കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് 8 ആയി കാണും. 8 ബില്യൺ. അത് 8 കഴിഞ്ഞിട്ട് 9 0 കിട്ടണം, അപ്പോഴാണ് 8 ബില്യൺ വരുന്നത്. ഇന്ത്യയിൽ 1.36 ബില്യൺ, ചൈനയിൽ 1.4 ബില്യൺ, അത്രയൊക്കെയാണ്. 4-ാമത്തെ മുദ്ര പൊട്ടിക്കുകയും 6-ാമത്തെ കാഹളം ഊതുമ്പോൾ 1/2 അപ്പം തന്നെ കുറഞ്ഞു. പിന്നെ ബാക്കിയുള്ള മുദ്രകൾ പൊട്ടിക്കുകയും കാഹളങ്ങൾ ഊതുമ്പോൾ അനവധി പേര് മറിച്ചതായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1/3 ഉണ്ടാവുള്ളൂ. അത്രയധികം ആൾനാശം അവിടെ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അതെപ്പോഴാണ്? അന്ത്യക്രിസ്തുവിൻ്റെ ഫസ്റ്റ് ഹാഫ് തീരുന്ന സമയത്തോട് അടുപ്പിച്ചാൽ എത്രയും സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ദൂതൻ്റെ അടുപ്പിൽ ചെന്ന് ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, ഇത് വാങ്ങി തിന്നുക, അത് നിൻ്റെ വയറ്റിനെ കൽപ്പിക്കും, എങ്കിലും അത് നിൻ്റെ വായിൽ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു. അതെൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചു പോയി. പുസ്തകത്തിൽ എന്തോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, തുറന്ന പുസ്തകമായിരുന്നു, എഴുത്തുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ആ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ വയറ്റിലേക്ക് ആക്കിയത്. പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം വളരെ നല്ല
കാര്യങ്ങളാണ്. ദൈവം കൊടുത്തയക്കുമ്പോൾ ദോഷം കൊടുത്തയക്കില്ലല്ലോ. അപ്പോൾ അതിലനുസരിച്ചാൽ അത് അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം. പക്ഷേ നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണോ ഇക്കാലത്ത്? കഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് തിന്നു കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വായിൽ നിന്നും മധുരമായിട്ട് ഉള്ള രീതിയിൽ അത് പുറത്ത് ലാവണ്യ വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ല കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ രക്ഷയില്ല, ഇതൊക്കെയാണ് ഈ പറയുന്നത്. അത് യോഹന്നാൻ പറഞ്ഞു കഴിയുമ്പോൾ യോഹന്നാൻ അത് കയ്പായിട്ട് വരും. വയറ് കയ്പ് എന്ന് വെച്ചാൽ മരണമാണ്, കൊല്ലാണ് യോഹന്നാനെ. അത് തന്നെയാണ് അടുത്ത വാക്യം. അവനെന്ന വാക്യം, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിക്കോ, അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൽ വരുമ്പം 2 സാക്ഷികൾ പ്രവചിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് പ്രവചിക്കുന്നത് അവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് യോഹന്നാൻ തന്നെയല്ലേ പുസ്തകം എഴുതിയേക്കണേ. ഇതിലൊരു സ്ഥലത്തും ഈ മാതിരിയുള്ള പ്രവചനമില്ല. ഏത് അനേകം വംശങ്ങളെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ ഭാഷകളെക്കുറിച്ചോ രാജാക്കന്മാരെക്കുറിച്ച് ഒരു സ്ഥലത്തും ഈ സമയത്തിന് ഈ പറഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്തും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ അത് പ്രവചനം യോഹന്നാനോട് പറഞ്ഞിരിക്കുകയാണ്, ഇത് പ്രവചിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അത് യോഹന്നാൻ തിരിച്ചു ഭൂമിയിൽ വരും എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടി 10-ാം അധ്യായം കഴിഞ്ഞു.